സ്കൂൾ സീസണിൽ സാധാരണയായി കാണപ്പെടുന്ന ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? അവയൊക്കെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? ഇത് വളരെ കോമൺ ആയിട്ട് രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇത്ര നാളും കുഴപ്പമൊന്നും ഇല്ലാതിരുന്നിട്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ജലദോഷം, പനി പോലുള്ള ഇൻഫെക്ഷൻസ് എന്തുകൊണ്ട് വരുന്നു? അപ്പോൾ അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് 2 മാസത്തോളം കുട്ടികൾ ഒരു രോഗാണുവിനോട് എക്സ്പോഷർ ഇല്ലാതെ വീട്ടിൽ നിന്നതിന് ശേഷമാണ് സ്കൂളിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി അതനുസരിച്ച് രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു രോഗാണുവിൻ്റെ എക്സ്പോഷർ, അതായത് ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് ഇടപഴകുന്ന ഒരു സാഹചര്യമാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോഷർ വരുന്ന സമയത്ത് അത് പെട്ടെന്ന് പകരാനുള്ള സാധ്യത, ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് മിക്ക വൈറൽ ഇൻഫെക്ഷൻസ് പകരും. അപ്പോൾ പെട്ടെന്ന് പകരാനുള്ള സാധ്യത സ്കൂൾ പോലുള്ള സ്ഥലങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഒരേ ക്ലാസ് റൂമുകൾ, ഒരേ വെള്ളം കുടിക്കുന്ന പാത്രം, ബോട്ടിലുകൾ, ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ, ഇതെല്ലാം മൂലം ഇതെല്ലാം പകരാൻ സാധ്യത. രണ്ടാമത്, ജൂൺ എന്ന് പറയുന്നൊരു മാസത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം മഴക്കാലമാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങളും വളരെയധികം കൂടുതലായിട്ടുള്ളൊരു സമയം. കുട്ടികളത് ഏറെ പെട്ടെന്ന് തന്നെ ബാധിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അലർജിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻസ് ഈ തണുപ്പ് അല്ലെങ്കിൽ മഴ എന്ന് പറയുന്ന ഒരു സീസൺ സമയത്താണ് കൂടുതലായും കാണുന്നത്. എസ്പെഷ്യലി അലർജിക് റൈനൈറ്റിസ്, ആസ്മ മുതലായ കണ്ടീഷൻസ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ജൂൺ പോലെ മഴയുള്ള അല്ലെങ്കിൽ തണുപ്പുള്ള സമയങ്ങളിൽ അത് കൂടാൻ സാധ്യത. അതെല്ലാം കൂടെ സമ്മേളിച്ച് വരുന്നൊരു സമയമാണ് ഈ ജൂൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും രക്ഷിതാക്കൾക്ക് ഇങ്ങനൊരു പരാതി, അതായത് സ്കൂൾ തുറക്കുമ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ, പനി വരുന്നുണ്ടല്ലോ എന്നുള്ളത്.